ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ പ്ലാന്റുകളൊക്കെ വാങ്ങി നമ്മുടെ വീട്ടുമുറ്റത്ത് പിടിച്ച് ഒന്ന് ഉഷാറായി വരുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും കീടബാധകളോ ഒക്കെ വരും കേട്ടോ. അങ്ങനെ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരിക എന്ന് തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നിയത് നമ്മുടെ ചൈനീസ് ബോൾസത്തിന് നല്ല രീതിയിൽ വരും കേട്ടോ. ഇതായിരുന്നു എൻ്റെ ബോൾസത്തിന് വന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങോട്ട് ഒരു വെള്ള കളറായിട്ട് ഇലകളൊക്കെ നല്ല രീതിയിൽ മുരടിച്ച് പ്ലാന്റിന് പുതിയതായിട്ട് വരുന്ന എല്ലാ തളിരിലകളും ഇതുപോലെ തന്നെ വെള്ള കളറിലേക്കായി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ നമ്മുടെ പ്ലാന്റിന് കുറച്ച് ഈ പുഴുവിനെയൊക്കെ കൊല്ലുന്ന ടൈപ്പ് മരുന്നുണ്ടല്ലോ, അത് പുഴുവൊക്കെ വരാതിരിക്കാനിരിക്കുന്ന മാനിക്ക്, അത് ഞാനൊന്ന് സ്പ്രേ ചെയ്തിട്ടോ. പക്ഷെ വലിയ ഗുണമൊന്നും എനിക്ക് കിട്ടിയില്ല. വീണ്ടും അതിൻ്റെ ഇലകൾ കൂടുതലായിട്ട് ആ ഒരു വൈറ്റ് കളറിലേക്ക് ഒന്ന് മുരടിക്കുകയും ചെയ്തേ. ചൈനീസ് ബോൾസിന് മാത്രമല്ല, നമ്മുടെ മൾട്ടിപെറ്റൽ ബോൾസൊക്കെ ഇതുപോലെ പ്ലാന്റ് ഇല്ലാതായി പോവുക, ആ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയ തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെന്താ പ്രശ്നമെന്ന് നമ്മുടെ ഈ ചൈനീസ് ബോൾസും പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ള ആളോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞത് സാഫ് സ്പ്രേ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കയ്യിൽ സാഫില്ല. സാഫ് ഇവിടെ കടയിൽ ചോദിച്ചപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ അതിന് പകരം എൻ്റെ കയ്യിലുള്ളത് സ്യൂഡോമോണസ് ആണ് കേട്ടോ. സാഫും ഇതും ഏകദേശം ഒരേ ഇതാണ്. സാഫ് ഇത്തിരി കൂടുതൽ ഇഫക്റ്റീവാണ്, ഇത് അത്രയ്ക്ക് അങ്ങ് എത്തില്ല. എനിക്കറിയാം, എൻ്റെ കയ്യിൽ ഇത് പഴയതാണ് ഇരിക്കുന്നത്. ഇതൊരു 1 കിലോയുടെ പായ്ക്കാണ്. ഒരു 2 വർഷത്തിന് മുകളിലായി കാണും കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ട്. അങ്ങനെ ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കലക്കിയിട്ട് ഇത്തിരി കൂടുതലായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 സ്പൂണോ 2.5 സ്പൂണോ എന്തോ ഞാൻ കലക്കിയിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എടുത്തിരിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിന് 1 സ്പൂൺ എന്ന രീതിയിലാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇലയുടെ അടിയിലും ഇലയുടെ മുകളിലും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരാഴ്ചയുടെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നിറയെ പൂക്കളായി കിട്ടുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആയാലും നമ്മുടെ ഹാങ്ങിങ് വിങ്കയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ ഫ്ലോക്സിൻ്റെ പൂക്കളും കാണിച്ചില്ലെങ്കിൽ അതെല്ലാവർക്കും ഒരു സങ്കടമാകും കേട്ടോ. ഇന്നത്തെ ദിവസം ആഫ്രിക്കൻ ഓച്ചിനെ കൊന്നും പിറക്കിയും മടുത്തു കേട്ടോ. അത്രയ്ക്ക് ആഫ്രിക്കൻ ഓച്ചായിരുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മൊത്തം.